മുഖ്യമന്ത്രി പറയുന്നതെല്ലാം പച്ചക്കള്ളമെന്ന് ആവർത്തിച്ച് PV അൻവർ. അഭിമുഖം തെറ്റെങ്കിൽ എന്തുകൊണ്ട് ആദ്യം പറഞ്ഞില്ലെന്നും അൻവർ. PR ഏജൻസി ഇല്ല എന്നാണ് ഇതുവരെ പറഞ്ഞത്. ഇപ്പോൾ തെളിഞ്ഞു. 32 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വിശദീകരണം നൽകുന്നതെന്നും അൻവർ പറയുന്നു. തെറ്റാണെങ്കിൽ പത്രം ഇറക്കിയ ഉടനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കേണ്ടതായിരുന്നുവെന്നും അൻവർ വ്യക്തമാക്കി. PR ഏജൻസി ഒപ്പിച്ചൊരു പരിപാടിയാണ് എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്റ്റേറ്റ് വരുന്നത്. പച്ചക്കള്ളമാണ് എന്നത് എല്ലാവർക്കും അറിയാം. അതിൽ ആത്മാർത്ഥമായിട്ടാണ് അത് തെറ്റായിരുന്നെങ്കിൽ ആത്മാർത്ഥമായിട്ട് എപ്പോൾ ഇടപെടണോ പിറ്റേ ദിവസം പത്രം കേരളത്തിൽ ഇറങ്ങുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വാർത്ത കൊടുത്തു വരണം. അതുണ്ടായില്ല. 32 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പത്രം ഇറങ്ങി. രാത്രി 12 മണി വേണ്ട, രാവിലെ 5 മണി കൂട്ടിയാൽ 32 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഇത് വലിയ വിവാദമായി ഈ പറയുന്ന ജനങ്ങളുടെ സംസാരമായി വാർത്താമാധ്യമങ്ങൾ ഇത് വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കി. ഒരു രക്ഷയുമില്ലാതായപ്പോഴാണ് ഇതുപോലെയുള്ള ഒരു നാടകം ഈ പറയുന്ന ഹിന്ദു പത്രവുമായി ചേർന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി പുറത്തുവിട്ടു. ശിവദാസ് കൺമനം ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. ശിവദാസ്, ഈ ദ ഹിന്ദുവിന് കത്തെഴുതിയത് നാടകമെന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം പച്ചക്കള്ളെന്നാണ് ആവർത്തിക്കുന്നത് മുഖ്യമന്ത്രി എന്ന് പറയുന്നുണ്ട്. ഒപ്പം മറ്റൊരു കാര്യം, ഇവിടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അൻവർ പറഞ്ഞത് പുതിയ പാർട്ടി രൂപീകരിക്കും എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് രാവിലെ അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്? ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് PV അൻവറിന്റെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പച്ചക്കള്ളമാണ്. അത് തെളിയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഹിന്ദു പത്രത്തിൽ വന്ന ആ സംഭവത്തിലുള്ള വിശദീകരണം. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അപ്പോൾ പച്ചക്കള്ളമാണ് എന്നത് വളരെ വ്യക്തമാണ്. ഹിന്ദു പത്രവും മുഖ്യമന്ത്രിയും അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കമുള്ളവർ തമ്മിൽ ഗൂഢാലോചന നടത്തിയതിന്റെ ഫലമായിട്ടാണ് അത്തരത്തിൽ ഒരു ലേഖനം അതിൽ വന്നത്. ഇപ്പോൾ താൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് PV അൻവർ എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ ഒരു വിമർശനം തന്നെയാണ് ഇന്നും അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ആ കസേരയിൽ ഇരിക്കാൻ അർഹതയില്ല. ഇപ്പോൾ നടക്കുന്നതെല്ലാം തന്നെ പൊറാട്ട് നാടകമാണ്. മുഖ്യമന്ത്രി കസേര ഒഴിയുന്നതാണ് നല്ലത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് മാന്യമായി തന്നെ ആ സ്ഥാനത്ത് നിന്നും ഇറങ്ങിപ്പോകാം എന്ന് PV അൻവർ പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ചില സൂചനകൾ അദ്ദേഹം നൽകിയിരുന്നു. ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉടൻ പ്രഖ്യാപിക്കും എന്ന സൂചന നൽകി. ഇതുമായി ബന്ധപ്പെട്ട് മഞ്ചേരിയിൽ അടുത്ത ഞായറാഴ്ച രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തും എന്നും PV അൻവർ പറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട PR ഏജൻസി ഇല്ലെന്ന് പറഞ്ഞത് കള്ളമെന്ന് തെളിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി നടത്തുന്ന നാടകമെന്ന് തന്നെ ആവർത്തിച്ചിരിക്കുകയാണ് PV അൻവർ. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കൺമനം.